Yes, yes, yes. ബഹുമാനപ്പെട്ട കുമ്മനത്തിനും മിൽമയുടെ ഉപഹാരങ്ങൾ. ജനം ടിവിയുടെ ഓണവണ്ടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. വിവിധ കേന്ദ്രങ്ങളിലെത്തിയ ശേഷം ഇന്ന് ശംഖുമുഖത്താണ് വൈകിട്ടോടെ സമാപനം. കനകക്കുന്നിൽ ഇപ്പോൾ പ്രൗഢഗംഭീരമായി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രനാണ് മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി, വലിയ വരവേൽപ്പ് ഏറ്റുവാങ്ങി തന്നെയാണ് ഓണവണ്ടി ഇപ്പോൾ തലസ്ഥാന നഗരിൽ അനന്തപുരിയുടെ മണ്ണിൽ എത്തിയിരിക്കുന്നത്. സമാപനം വൈകിട്ടോടെയാണ്. ഇപ്പോൾ കനകക്കുന്നിൽ പ്രൗഢഗംഭീരമായ രീതിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. എം മനോജ് ചേരുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരനും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. രാജേട്ടാ, ആദ്യം ജനം ടി വിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ മറിച്ചും ഓണാശംസകൾ നേരുന്നു. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഓണത്തെ ചെറുപ്പകാലത്ത് പാടവരമ്പത്തൂടെയും കാട്ടിക്കൂടെയും ഒക്കെ നടന്ന് പൂപറിച്ച ആ വളരെ ആനന്ദസന്ദായകമായ നിമിഷങ്ങളാണ് ഓർക്കുന്നത്. എല്ലാ കുട്ടികളും ഒരുമിച്ച് എല്ലാ അഭിപ്രായ ഭേദവ്യത്യാസങ്ങളും ഒക്കെ മറന്നും തുള്ളിച്ചാടി മാവിൽ കയറിയും പ്ലാവിൽ കയറിയും ഒക്കെ ചാഞ്ചാടി നടന്ന കാലം ഓർക്കുകയാണ്. വാസ്തവത്തിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു ഉത്സവമാണ്, ഒരു ജനകീയ ഉത്സവമാണ്. അവിടെ മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ചേർന്ന് പൂക്കളമിടുന്നു. ആ ടുഗദർനെസ്, ഒരുമിച്ച് വരിക, അതുപോലെ തന്നെ വൺനെസ്, നമ്മളെല്ലാം ഒന്നാണ്. അതെ, ഒരു ഒത്തുചേരൽ, നമ്മളെല്ലാം ഒന്നാണ്. ആ ഒരുമയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാകണം. എൻ്റെ ഒരു ഗ്രാമം എന്ന് പറയുന്നത് വളരെ കുഗ്രാമമാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെയൊക്കെ ആ ഗ്രാമം മുഴുവൻ ഉണർന്ന് ഉയർന്ന് വളർന്ന് മാനസികമായി ഹൃദയ വികാസം കാണുന്ന അവിടെയാണ്. ഒരു സങ്കുച ചിന്തയില്ല, ഒരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ല. എല്ലാവരും സന്തോഷത്തോടുകൂടി ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിൽ പോകുന്നു, അവിടുന്ന് കിട്ടുന്ന കഴിക്കുന്നു, അവിടുന്ന് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു വലിയ ഹൃദയ ബന്ധമുണ്ട്. അതാണ് നാടിൻ്റെ സ്വത്തെന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് അതാണ്. ഒരു നാട് വികസിക്കുന്നത് ഹൃദയത്തിൻ്റെ വികാസമാണ്. ഓണക്കാലമാണ് വാസ്തവത്തിൽ ഹൃദയ വികാസം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് ഒരു കേരളം വികസിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വികസിക്കുന്നത്. നാട്ടിലെ ജനങ്ങളുടെ ഹൃദയമാണ് വികസിക്കുന്നത്. അത് ഈ ഓണാഘോഷം അതിന് വലിയൊരു പ്രേരണയും പ്രചോദനവുമാണ്. കാരണം അത് നൽകുന്നൊരു വലിയ സന്ദേശമുണ്ട്, ലോകത്തോട് വിളിച്ചു പറയുന്നൊരു വലിയ സന്ദേശമുണ്ട്. ജനം ടി വി ഇതിന് ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജനത്തിൻ്റെ ഒരു പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ജനം ടി വി എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചലിക്കുക എന്ന് പറയുന്നത് കാലത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മെ വേദനിപ്പിക്കുന്നൊരു കാര്യം. ഈ പല കാര്യങ്ങളും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ അത്യന്താധുനികങ്ങളായിട്ടുള്ള
പല ദുഷ്പ്രവണതകളിലും പെട്ട് പലതും അതിൻ്റെ തനിമ നഷ്ടപ്പെടും. ഒരിക്കലും അതിൻ്റെ സത്തയുണ്ട്, തനിമ, അതിനൊരു ഉൾക്കരുത്തുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഇത് എല്ലാം വെറും വേഷം കെട്ടലാവും. അല്ല, നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് ഹരിതാഭ നഷ്ടമാകുന്നു. അതിലുള്ള ഒരു ആശങ്ക കൂടിയാണ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയെടുത്ത് പങ്കുവെച്ചത്. കാരണം ഈ വനം കൊള്ളക്കാർ ഇപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, അഭിനവ വീരപ്പന്മാർ ഇപ്പോഴും വിലസിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അല്ല, മുട്ടിൽ മുരമുറി പോലെയുള്ള സംഭവങ്ങൾ ധാരാളം നടക്കുന്നു. ഈ അടുത്ത കാലത്ത് മൂന്നാറിനടുത്തും കാടം റിസർവ് ഫോറസ്റ്റിൽ കയറി മരങ്ങൾ മുഴുവൻ വെട്ടിക്കൊണ്ടുപോയി. മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റുകയാണ്. മനുഷ്യൻ്റെ വിചാരം ഈ പ്രകൃതി കാണുന്നതെല്ലാം അവന് വേണ്ടിയിട്ടുള്ളതാണ്, അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമതും മനുഷ്യൻ ചിന്തിക്കുന്നത് ഞാൻ ഓണം ആഘോഷിക്കാം, എനിക്കെന്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എനിക്കെന്ത് കിട്ടുമെന്ന ചോദ്യം പലരും ഉന്നയിക്കുമ്പോൾ അവൻ സ്വാർത്ഥപ്രേരിതനായി അവൻ തനിക്ക് എല്ലാം ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്നുള്ള സ്ഥിതിയാണ്. ഒന്നും അങ്ങോട്ടേക്ക് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഈ മരം വെട്ടി മണൽ വാരി ഈ നമ്മുടെ പ്രകൃതിയെ മുഴുവൻ ധ്വംസിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇവിടെ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ ഓണാഘോഷം. ഓണത്തിൻ്റെ സന്ദേശം തന്നെ പ്രകൃതി സംരക്ഷണമാണ്. കാരണം ഫലമൂലാദികൾ, പുഷ്പങ്ങൾ, സസ്യലതാദികൾ, ജന്തുജീവജാലങ്ങൾ ഇതെല്ലാമായി ഒരു പാരസ്പര്യം ഉണ്ടാകണം. പരസ്പരം ഭാവയന്തഃ എന്ന് നമ്മൾ ഭഗവത്ഗീത പറയുന്നു. പാരസ്പര്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ പാരസ്പര്യത്തിനൊരു നൈരന്തര്യം ഉണ്ടാകണം. ആ നൈരന്തര്യം ഉണ്ടായെങ്കിലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ ഓണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് സമൂഹത്തിൽ പകർത്തിയില്ലെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? വെറും ആഘോഷം മാത്രമാകും, ചടങ്ങ് മാത്രമാകും. നമുക്ക് ചടങ്ങും ആഘോഷവും ഇനിയുള്ള ജീവിതത്തിന് പ്രേരണയും പ്രചോദനവും ആകണം. അപ്പോൾ അതിന് നൈരന്തര്യം ആവശ്യമാണ്. അപ്പോൾ പാരസ്പര്യം എന്ന് പറയുന്നത് എല്ലാ പ്രകൃതിയിലെ എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ തകർന്നു പോയത്. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം, അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ. ഇവിടെ എന്തെല്ലാമാണ് ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് വേനൽക്കാലം, വേനൽ ഉണ്ടാകേണ്ട സമയത്ത് മഴക്കാലം, ഇങ്ങനെ മാറിയും തിരിഞ്ഞും മറിഞ്ഞും വരികയാണ്. അപ്പോൾ ഓണത്തിനൊരു സന്ദേശമുണ്ട്. അത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കൽ തന്നെയാണ്. പ്രകൃതിയുടെ അമ്മയുടെ മടിത്തട്ടിലാണ് എല്ലാവരും കഴിയുന്നത് എന്ന വിചാരം ഉണ്ടാവണം എന്ന സന്ദേശമാണ് ഓണത്തിൻ്റെ. ഓക്കെ, എന്തായാലും മഹാബലി റെഡിയാണ്. കഴിഞ്ഞ 2 ദിവസമായി മഹാബലി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇതാ പുലികളും റെഡിയാണ്, മേളക്കാർ റെഡിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ യാത്ര. ഇതാ മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. പ്രയാണം, ഓണവണ്ടിയുടെ പ്രയാണം തുടരുകയാണ്. നമുക്ക് വണ്ടിയിലേക്ക് പോകാം. രാജേട്ടന് കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇതൊക്കെ ഒരു അനുഭവമല്ലേ? തീർച്ചയായിട്ടും അനുഭവമാണ്, അനുഭൂതിയുമാണ്. അതെ, അനുഭൂതിയാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സിലേക്ക്, റോയലാണ്, ലക്ഷറീസാണ് ഇപ്പോൾ. KSRTC പഴയ KSRTC അല്ല. 1990കളിലാണ് ഡബിൾ ഡെക്കർ ബസ് വരുന്നത്. മാത്രമല്ല പല സിനിമകളിലും കഥാപാത്രമായിട്ടുണ്ട് ഡബിൾ ഡെക്കർ ബസ്. അത് ചോപ്പാണ്. ഇത് പക്ഷെ മാറി, കെട്ടുമട്ടൊക്കെ മാറി. ഇത് ഗ്രാമങ്ങളിൽ പോകില്ല, ഓണം ഗ്രാമങ്ങളിലാണ്. അതെ. അല്ല, അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൂടെ പോയി നമുക്കിത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളല്ലാതെ സ്വന്തം നിലക്ക് വണ്ടി ഓടിച്ചു പോയി. തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ പോയി അല്ലേ? കോഴിക്കോട് വരെ നമ്മൾ പോയി. വെരി ഗുഡ്. അല്ല, ഏക്കാലും ഗ്രാമങ്ങളുടെ നെടുവീർപ്പ്, അവരുടെ ആത്മരോദനം ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചത് തന്നെ വലിയ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, ആളുകളെ, അതായത് ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി നേരിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഇതുപോലുള്ള യാത്രയിലൂടെ സാധിക്കുന്നു. കേരളത്തിൻ്റെ ചിത്രം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് കാണും. കാരണം നഗരങ്ങളിലും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ഓണത്തെ വരവേൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അവരനുഭവിക്കുന്ന ദുഃഖം കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, പ്രദീപാണ് കൂടെ പോയത്. ഈ ഓണക്കാലം ആയത് കാരണം എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഈ കാണം വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറയും പോലെ അവർ ദുഃഖങ്ങളെല്ലാം മറച്ചു വെച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇനി ഓണം കഴിഞ്ഞ് വേണം യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓണത്തിന് അവർ സന്തോഷം മാത്രമേ എല്ലാവരും എല്ലാം മറച്ചു വെച്ചിട്ട് എല്ലാവരും ആഘോഷത്തിമിർപ്പിലായിരുന്നു. എന്തായാലും ഓണക്കാലത്ത് കുറേ സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനായിട്ടുണ്ട്, ജനങ്ങൾക്ക് നൽകാനായിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ വലിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നു, സുഹൃത കേരളം പദ്ധതി. അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള
ജനം ടി വി അറിയാലോ. ജനം ടി വി എന്ന പേര് ആരാ കൊടുത്തതെന്ന് പ്രദീപിന് അറിയാമോ? ജനം എന്ന പേര് ആരാ നൽകിയത്? ജനങ്ങളല്ല, രാജേട്ടനാണ് ജനം ടി വിക്ക് ജനം എന്ന് പറയുന്ന പേര് നൽകിയത്. ജനങ്ങൾ നൽകിയ പേരാണ്. ഞാൻ ജനങ്ങൾക്ക് ചോദിച്ചിട്ട് ജനങ്ങൾ നൽകിയ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ജനം ടി വി ജനങ്ങൾക്കൊപ്പമാണ് എന്നും, അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മാനങ്ങളുമായി ജനങ്ങളിലേക്ക് ഞങ്ങൾ ഇനിയും വരും. ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. താമസിയാതെ സുഹൃത കേരളം പദ്ധതി, അതിൻ്റെ ഒരു ബാനറിൽ നമ്മൾ നിരവധി ജനോപകാരപ്രദ പദ്ധതികൾ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ കാത്തിരിക്കാം. തൽക്കാലം നമുക്ക് ഈ പ്രയാണത്തിലേക്ക് പോകാം അല്ലേ? യെസ്, തിരുവനന്തപുരത്തിൻ്റെ രാജകീയ വീഥികളിലൂടെ ജനം ടി വിയുടെ ഓണവണ്ടി പ്രയാണം ആരംഭിക്കാൻ പോകുന്നു. കമാൺ, യെസ്. ജനം ടി വിയുടെ ഓണവണ്ടിക്കിന്ന് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ സമാപനമാവുകയാണ്. മന്ത്രി കെ ശശീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. മാനവീയം വീഥിയിൽ നിന്നിതാ നഗരവീഥിയിലൂടെ നമ്മുടെ ജനം ടി വിയുടെ ഓണവണ്ടി പ്രയാണം ആരംഭിക്കുകയാണ്. മനോജ് ചേരുകയാണ്. മനോജ്, പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ, വലിയ വരവേൽപ്പാണ് സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജനം ടി വിയുടെ ഓണവണ്ടി. ഒണാരവ ജനങ്ങൾ സഹർഷം സ്വീകരിച്ചിരിപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ, തലസ്ഥാനത്തിൻ്റെ മണ്ണിൽ സമാപനമാകുമ്പോൾ തലസ്ഥാനത്തിൻ്റെ രാജവീഥികളിലൂടെ പ്രയാണം ആരംഭിക്കുകയാണ്. വൈകിട്ട് ശംഖുമുഖത്താണ് സമാപനവും. മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിവിധയിടങ്ങളിൽ നിന്ന് ഓണവണ്ടി ഇന്ന് അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ ജില്ലകളിലും നിരവധി സ്ഥലങ്ങളിലെത്തി അവിടെയുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സന്തോഷിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകി അതിനുശേഷമാണ് ഇപ്പോൾ അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അനന്തപുരിയുടെ വീഥികളിലൂടെ ഇന്ന് ഈ ബസ്സിലാണ് ഓണവണ്ടി എന്ന് പറയുന്ന ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശിഷ്ട എന്തായാലും ഇന്ന് ഈ ഓണം അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് തന്നെ ഈ നഗരവീഥികളിലൂടെ ഇത്തരത്തിൽ മുകൾ തട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്ര. ഇനി അടുത്ത കേന്ദ്രങ്ങളിലേക്കാണ്. അവിടെ ഒരുപാട് പേർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരും ഈ മത്സരങ്ങളിലും അതോടൊപ്പം തന്നെ ഈ ആഘോഷത്തിലുമൊക്കെ പങ്കുചേരുന്നു. ഒരുപിടി ചോദ്യങ്ങളും ഒരുപാട് സമ്മാനങ്ങളുമായാണ് ഓണവണ്ടിയുടെ യാത്ര. അത് ഓരോ ജില്ലകളിൽ പോയപ്പോഴും വലിയ സ്വീകരണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികളായാലും മുതിർന്നവരായാലും അവരെ പഴയകാല ഓർമ്മകളിലേക്ക്, ആ ഓണക്കാലത്തെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു ഈ ഓണവണ്ടിയുടെ യാത്ര. അത് തന്നെ ഓരോ സ്ഥലത്തും അവർ ആവേശത്തോടുകൂടി മത്സരങ്ങളിലായാലും അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളായാലും എന്തിൽ തന്നെയായാലും ആ ഒരു ആവേശം എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്തായാലും അനിലേട്ടനും അതോടൊപ്പം തന്നെ പ്രദീപേട്ടനും അതോടൊപ്പം രാജേട്ടനും നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. രാവിലെ തന്നെ ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായി ഇപ്പോൾ നമ്മൾ മാനവീയം വീതിയിൽ നിന്നും പുറപ്പെടുകയാണ്. ഇനി അടുത്ത കേന്ദ്രം ചേട്ടാ, അടുത്ത എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അടുത്തത് നമ്മുടെ രാജകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. കവടിയാർ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് സ്വീകരണമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രാജ്ഭവനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോലീസ് ആസ്ഥാനത്ത് പോകുന്നു. പിന്നെ ഈ വഴിയിൽ പല അതിഥികളും ഈ ഓണവണ്ടിയിൽ കയറും, നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് ഓണാശംസകൾ നേരും. രാജേട്ടൻ്റെ മഹനീയ സാന്നിധ്യം, ഒരു തുടക്കം അദ്ദേഹം തന്നെയാണ് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇനി കൂടുതൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വണ്ടിയിൽ കയറും, അവരുടെ സാന്നിധ്യം അറിയിക്കും. തീർച്ചയായും രാജേട്ട,
ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലിരുന്നിട്ട് നമ്മൾ ഈ നഗരം കണ്ട് മുന്നോട്ട് പോവുകയാണ് അല്ലേ? ഒരുപാട് മാറിയല്ലേ നഗരം? നഗരവും മാറി, മനുഷ്യരും മാറി, കാലം മാറി, പക്ഷെ ഓണം മാറുന്നില്ല. ഓണമാണ്. ഓണത്തിൻ്റെ സന്ദേശമുണ്ട്. അത് അനശ്വരമാണ്, അത് ശാശ്വതമാണ്. അതിന് യാതൊരു മാറ്റമില്ല. കാരണം സമൂഹം മാറിക്കൊണ്ടിരിക്കും, പക്ഷേ മാറാത്തത് നമ്മുടെ നാടിൻ്റെ സനാതന ജീവിത ധാർമ്മിക മൂല്യങ്ങളാണ്. ഓണം ഉയർത്തിപ്പിടിക്കുന്നത് ഈ ധാർമ്മിക മൂല്യങ്ങളാണ്. ധാർമ്മിക മൂല്യങ്ങൾ ഓരോ വർഷവും ഭേദഗതി ചെയ്യാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാബലിയൊക്കെ പുറകിലിരിക്കുന്നുണ്ട്, കണ്ടായിരുന്നോ? പിന്നെ മഹാബലിയെ പിന്നിലാക്കിയത് ശരിയായില്ല. മഹാബലിയെ മുന്നിലാക്കണമെന്നാ പറയുന്നത്. അല്ല, എല്ലാ കാലത്തും മുന്നിൽ ആണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് വന്നവർക്ക് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ബുദ്ധിമുട്ടായെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോയത്. അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. പിന്നെ അമരക്കാരൻ നിൽക്കുന്നത് ഏറ്റവും പിന്നിലാണ്. അമരക്കാരൻ നിൽക്കുന്നത് ഏറ്റവും പിന്നിലാണ്. നിയന്ത്രിക്കുന്നവരാണ്. അതെ, വലിയ ഇനിയിപ്പോ രാജേട്ടൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോ വള്ളംകളിയുടെ കാലമാണ്. ആറന്മുള വള്ളംകളിയൊക്കെ വരുന്നു. അതിൽ ചുണ്ടൻ വള്ളത്തെ നിയന്ത്രിക്കുന്നത് അമരത്ത് നിൽക്കുന്നവരാ. അമരം എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നിലാണ്. അവരാണ് ആ വള്ളത്തിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നവരാണ്. ആ വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നവരാണ്. അപ്പോൾ ആ പറഞ്ഞത് ഈ എപ്പോഴും എല്ലാ സംഘടനയിലും എല്ലാ സംവിധാനത്തിലും പിന്നിൽ നിൽക്കുന്നവരാണ് അത് ചലിപ്പിക്കുന്നത്, അല്ലേ രാജേട്ടാ? അങ്ങനെയല്ലേ? മുന്നിൽ നിൽക്കുന്നവരെ ആളുകൾ കാണുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ചാനലായാലും മുന്നിൽ വന്ന് വാർത്ത അവതരിപ്പിക്കുന്നവരെ മാത്രമേ പ്രേക്ഷകർ കാണുന്നുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലാണ് യഥാർത്ഥ അധ്വാനം. അത് നന്നായി കൊണ്ടുപോകുന്നതിന് ഏറ്റവും കൂടുതൽ മാവേലിക്ക് എല്ലാവരും ഒരുപോലെയാണല്ലോ. അപ്പോ അധ്വാനിക്കുന്ന അണിയറയിലുള്ളവരാണ്. തീർച്ചയായും വലിയ സന്തോഷത്തിൽ, അതായത് മാവേലിയോടൊപ്പമുള്ള യാത്രയാണ്. മാവേലി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ പ്രദീപേട്ട, എന്തായാലും രാവിലെ മുതൽ തന്നെ ഒരു മാവേലിയുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് സന്തോഷത്തിലാണ്. ഇനി ഈ സന്തോഷം മാത്രം പോരാ, കുറച്ചുകൂടെ ആവേശം ഇനി വരുന്ന തീർച്ചയായും ഞങ്ങള് ഈ വാഹനം ഇനി സഞ്ചരിച്ചു പോകുന്ന വഴിയിലെല്ലാം നമ്മള് ജനങ്ങൾക്കൊപ്പം ചേരുകയാണ് ജനം TV. ആ ജനങ്ങൾക്കൊപ്പം ഒരുപാട് സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ ഒരുക്കാനായിട്ട് ഒരുപാട് കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഈ തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട്. കയ്യിലില്ലാത്ത ആയുധങ്ങൾ നോക്കൂ, എത്ര കാലമായി ഈ രംഗത്ത് കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്യാമറ കാഴ്ചകളിലൂടെയാണ് ഈ കേരളം കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥ കണ്ണിലൂടെ ആ കേരളത്തിന്റെ നൊമ്പരം, കേരളത്തിന്റെ സന്തോഷം, കേരളത്തിന്റെ വികാരമൊക്കെ അറിഞ്ഞ നേതാക്കളിൽ ഒരാളാണ് കുമ്മനം രാജശേഖരൻ ചേട്ടൻ. ഈ തെരഞ്ഞെടുപ്പ് യാത്രകളിലൊക്കെ എത്രയോ അത് ഇതിലും വലിയ ആരവമായിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളെ ആ നഗരം കൃത്യമായി മനസ്സിലാക്കി, ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നേരിട്ടാണ് അറിയുന്നത്. നമ്മൾ ഈ ക്യാമറയിലൂടെയും അല്ലെങ്കിൽ ഈ പ്രതികരണത്തിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ഇത് നേരിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരാത്ത നിരവധി മുഖങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ് രാജേട്ടൻ. അപ്പൊ രാജേട്ടന് നമ്മളെക്കാളും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അനുഭവ സമ്പത്ത് രാജേട്ടനാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ രാജേട്ടൻ? അത് വൈവിധ്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. എത്രയെത്ര നിറങ്ങൾ, എത്രയെത്ര ഭാഷ, വേഷം, ആചാരം, വിശ്വാസം, സങ്കല്പം, ജാതി, മതം, ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ പൂക്കളം തന്നെ അതാണ്. ആ ബഹുവർണം എന്ന് പറയുന്നത് അതിന്റെ സൗന്ദര്യതാണ്. എല്ലാം കൂടെ ചെത്തിമിനിക്ക് ഒരുപോലെ ആക്കിയ ഒരേ പൂ തന്നെ ഇട്ടാൽ എന്താ ഭംഗിയുള്ളൂ. അപ്പൊ മാവേലി തന്നെ എന്തെല്ലാം നിറങ്ങളുണ്ട് മാവേലി. അപ്പോ തീർച്ചയായും അടുത്ത കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് പേരുണ്ടാകും, മത്സരങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ ആഘോഷമുണ്ടാകും, പുലികളിയും ഈ താളമേള ഘോഷങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഓണം അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം.